അപ്പൊ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ, ഈ നാഗരാജാവും നാഗേക്ഷിയും തമ്മിലുള്ള ഒരു പ്രത്യേകത പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? രാജാക്കന്മാരുടെ പത്നിയെ രാജ്ഞി എന്നല്ലേ വിളിക്കുക, പിന്നെ എന്തുകൊണ്ടാണ് നാഗരാജാവിന്റെ പത്നിയെ മാത്രം നാഗേക്ഷി എന്ന് വിളിച്ചത്? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, എന്നിട്ട് സംസാരിക്കാന്ന് വെച്ചിട്ടാ. അപ്പൊ ഇത് കഴിയുമല്ലോ, ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ സംസാരിച്ചോളാം. രാജാവിന്റെ ഭാര്യയെ രാജ്ഞി എന്ന് വിളിക്കുന്നു, എന്തുകൊണ്ട് നാഗരാജാവിന്റെ പത്നിയെ നാഗേക്ഷി എന്ന് വിളിക്കുന്നു? ഇന്നുവരെ സംശയം ചോദിച്ചിട്ടുണ്ടോ ആരെടെങ്കിലും? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? നാഗദേവതകള്, നാഗരാജാക്കന്മാര് യക്ഷകുലത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചിരുന്നത്. യക്ഷന്റെ പുത്രിയെ സ്വീകരിച്ചത് കൊണ്ടാണ് നാഗരാജാവിന്റെ പത്നിയെ നാഗയക്ഷി എന്ന് വിളിച്ചത്. യക്ഷപുത്രിയെ സ്വീകരിച്ചത് കൊണ്ടാണ്.